ചെരുപ്പിൻ്റെ സൗണ്ട് കേട്ടാണല്ലോ അവൻ എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നത്. നോക്കിയേ, അവൻ്റെ 2 കണ്ണും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇതാ അടഞ്ഞിരിക്കുന്നത് കണ്ടോ? എന്തൊരു പാവല്ലേ. ഇവൻ ഒരാളല്ലേ. ഇനിയുമുണ്ട് 3 പേര്. 4 സഹോദരങ്ങളാണേ. 4 പേർക്കും കണ്ണിന് കാഴ്ചക്കുറവ്. ഈ മക്കളെ കാണുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും. എങ്കിലും നിങ്ങളെല്ലാവരും കണ്ടിരിക്കണം. ഇതുപോലെ എത്രയോ മിണ്ടാപ്രാണികൾ അനുഭവിക്കുന്ന വേദന അല്ലേ. പല സൗണ്ടുകളും കാണാപ്പാടമാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ 4 പിള്ളേരാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ വീടും അവരുടെ കുടുംബവും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഹായ്, നോക്കൂ, ആ കാണുന്ന മക്കളുടെ കാര്യമാണ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ അവരുടെ വീടും ഇവിടെ തന്നെയാണ് കേട്ടോ. 2 പേർക്ക് ചെറിയ രീതിയിൽ നമ്മളെല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കണ്ടിട്ട് ഓടിപ്പോയത്. അവിടെ കിടക്കുന്നവനെ കണ്ടോ? അവന് കാഴ്ച കാണാൻ പറ്റുന്നില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അവൻ നമ്മളുടെ ചെരുപ്പിൻ്റെ സൗണ്ടും അതുപോലുള്ള സൗണ്ടുകളിലൂടെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അവനും അതുപോലെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കാണുമ്പോൾ വളരെ കഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ 6-6.5 മാസം പ്രായം വരുന്ന കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം എന്നറിയോ, വീട്ടിലെ കുഞ്ഞുങ്ങളുടെ പ്രായം പോലെയാണ് തോന്നുന്നത്. വേറെ പറയാൻ തൊട്ടടുത്ത് ഒരുത്തം നല്ല ഉറക്കത്തിലാണ്. അവൻ്റെ മുഖം കണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അവൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അവൻ നല്ല ഉറക്കത്തിലാണ്. എന്നെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടോ? വലിയ രീതിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ചെറുതായിട്ട് നമ്മളെ മനസ്സിലാക്കി കാണുന്നുണ്ട്. അതാ അങ്ങോട്ട് തല വലിച്ചു പോയത്. അവർക്ക് സുരക്ഷയുള്ള വീടാണ് കിട്ടിയിരിക്കുന്നത്. അതൊരു ഭാഗ്യം തന്നെയാണ്. ഇതൊരു കടയാണ് കേട്ടോ. അത് നൈറ്റ് മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചായക്കടയാണ്. അതുകൊണ്ട് കഴിക്കാനൊക്കെ അവർക്ക് കിട്ടും. എന്നെ കണ്ട് ഒരുത്തിന് നല്ല പേടിയുണ്ട്. അതുപോലെ ഇവന് പേടിയില്ല കേട്ടോ. അവരുടെ നോട്ടങ്ങൾ കണ്ടാൽ സത്യം പറഞ്ഞാൽ നെഞ്ചൊരു നീറ്റല കേട്ടോ. നോക്കിയേ, എത്ര പാവം പിടിച്ച നോട്ടമാണെന്നറിയോ. ആ കാഴ്ചയില്ലാതെ നോക്കുന്ന ഒരു അനുഭവം അല്ലേ. ഇവിടെ ഇതുപോലെ കണ്ടാൽ നോക്കിക്കൊണ്ട് പോകാനല്ലാതെ ഒരു നിവൃത്തിയില്ല കേട്ടോ. നാട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കൈസഹായം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാമൻ ചെയ്തേനെ കേട്ടോ. ഇവിടെ ഖത്തറിലായതിൻ്റെ പേരിലേ ഒന്നും ചെയ്യാനും പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഈ കുഞ്ഞുങ്ങളെയൊന്നും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. പോലീസെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. നമ്മളതിനെ രക്ഷിക്കാൻ കൊണ്ടുപോയതാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ സുരക്ഷത നമ്മൾ നോക്കേണ്ടതായിരിക്കും. പിന്നെ ഇതുപോലെ എത്ര എണ്ണത്തിന് നമ്മളിതുപോലെ രക്ഷിക്കാൻ പറ്റും, അത് വേറൊരു സത്യം. ഇവിടെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ കണ്ട കാഴ്ച എൻ്റെ ഫാമിലിയോട് ഒന്ന് പറഞ്ഞ് കാണിച്ചതാണ് ഈ വീഡിയോ. നിരന്നിരിപ്പുണ്ട്. ഇവന്മാർ ഇതുപോലെ ഒന്ന് കിട്ടാൻ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു കേട്ടോ. ഇവന്മാർ കാണുമ്പോൾ തന്നെ ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടേ. ഞാനങ്ങനെ കുറച്ച് മാറിയിരുന്നു. അങ്ങനെയാണ് ഈ പുറത്ത് വന്നിറങ്ങി നിൽക്കുന്നത്. വേറെ പറയാൻ ഈ ഭാഗം വിട്ട് വേറെ എങ്ങോട്ടും പോകത്തില്ല കേട്ടോ. ഈ പിള്ളേരുടെ ഏരിയ ഈ ഭാഗം തന്നെയാണ്. ഈ കടയും കുറച്ച് പരിസരമാണ് അവരുടെ സ്ഥലം. ഇവിടെ വിട്ട് എങ്ങോട്ടും മാറിപ്പോകത്തില്ല. അതുപോലെ സെഷനായിട്ട് തന്നെ ഇതുപോലെ കുഞ്ഞുങ്ങളും അതുപോലെ വലിയ ആൾക്കാരൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് മാറി ഒന്നും പോകത്തില്ല. ഇവർക്കുള്ള വീട് ആ കടേര ഭാഗമാണെങ്കിലും അവന്മാർ പകലെല്ലാം റെസ്റ്റ് എടുക്കുന്ന ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് അവന്മാർ റെസ്റ്റൊക്കെ എടുക്കുന്നത്. ഇവിടെയാണ് വന്ന് റെസ്റ്റ് എടുത്ത് അവന്മാർ ഇരിക്കുന്നത്. കയറി പോകുന്നുണ്ടോ? അവിടെ ഇരുന്നു കൊണ്ടേ ഈ ഭാഗത്തോട്ടാണ് അവന്മാർ നോട്ടം. അങ്ങനെ എന്ത് ചെയ്തെന്നറിയോ, ഞാൻ കുറച്ച് പിറന്നോട്ട് മാറി എങ്ങോട്ട് പോകണമെന്നറിയാൻ വേണ്ടിയിട്ടേ അങ്ങനെ അവരുടെ സ്ഥലം കണ്ടുപിടിച്ചു. ഇവിടെയാണ്. ഒട്ടും വയ്യെങ്കിലും നോക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഉപദ്രവിക്കാൻ ആരുമില്ലാത്തത് ഈ കുഞ്ഞുങ്ങളുടെ വലിയൊരു രക്ഷയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം കാഴ്ചയുള്ള ഈ കുഞ്ഞുങ്ങളെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നതേ, ഈ കുഞ്ഞുങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടിയിരിക്കുന്നതാണ് തോന്നുന്നത്. അത് ചിലപ്പോഴങ്ങ് മാറി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇവന്മാരൊന്ന് നോക്കണം, ഇവരുടെ കണ്ണിന് വല്ല വ്യത്യാസമുണ്ടോ എന്ന്. അപ്പോഴേ നമുക്കറിയാം. ഈ കുഞ്ഞുങ്ങളുടെ നോട്ടവും ആ ഇരിപ്പൊക്കെ കാണുമ്പോഴേ വളരെ സങ്കടം തോന്നുന്നു കേട്ടോ. നമുക്കാണെങ്കിൽ ഇത് കാണാനല്ലാതെ ഒരു നിവർത്തിയില്ല. എന്തായാലും 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഞാൻ വന്ന് നോക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ജോലിക്കായിട്ട് മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ പിള്ളേരെ കാണാൻ പറ്റും. അങ്ങനെ നല്ലതായി വരികയാണെന്നുണ്ടെങ്കിൽ ഇനി ഇവരുടെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും.
എന്തായാലും വലിയ കഷ്ടം തന്നെയാണ്. എത്രയും പെട്ടെന്ന് അവരുടെ അസുഖങ്ങളൊക്കെ മാറി അല്ലെങ്കിൽ കണ്ണൊക്കെ തുറന്ന് ചാടി ഓടി കളിക്കട്ടെ അല്ലേ. എന്നാൽ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം. അതുവരെ എല്ലാവർക്കും ഓക്കേ, ബൈ.